ഞാൻ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ സെൻ്റ് അലൂഷ്യസ് സ്കൂളിലാണ് പഠിച്ചത്. അവിടെ എൻ്റെ ഒരു സുഹൃത്ത്, ഒരു ബ്രാഹ്മിൻ കുടുംബത്തിലെ അംഗമാണ് അദ്ദേഹം. എക്കാലവും പുള്ളിക്ക് തന്നെയാണ് ഫസ്റ്റ് റാങ്ക്. പുള്ളി തന്നെ ആയിരിക്കും ക്ലാസ് ലീഡർ, മിടുക്കൻ. അപ്പോൾ എൻ്റെ അമ്മ പറയും, അയാൾ ഒത്തിരി വെണ്ടയ്ക്ക കഴിക്കുന്നുണ്ട്, അത്രയും ബുദ്ധി. അപ്പം ഞാനും അങ്ങനെ വെണ്ടയ്ക്ക ധാരാളം കഴിക്കാൻ തുടങ്ങി. കാരണം ഞാൻ മാത്സിന് ഒരിക്കലും ജയിക്കില്ലല്ലോ. 10ാം ക്ലാസ്സിന് മാത്സ് ജയിച്ചത് എനിക്ക് അത്ഭുതമാണ്. പിൽക്കാലത്ത് എനിക്ക് മനസ്സിലായി, ഒരുപക്ഷെ ഞാൻ അതിലെഴുതിയ സ്റ്റെപ്സും ഫോർമുലാസും കണ്ടിട്ട് ദയ തോന്നി എന്നെ ജയിപ്പിച്ചതാണ്. അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ 10ാം ക്ലാസ് ജയിക്കില്ലായിരുന്നു. ഏതായാലും ഈ വെണ്ടയ്ക്ക ബുദ്ധി എന്ന ചിന്ത എന്നിൽ ധാരാളമായിട്ട് ഉണ്ടായി. കണ്ടമാനം ഞാൻ വെണ്ടയ്ക്ക അക്കാലവും ഇന്നും കഴിക്കും. വെണ്ടയ്ക്ക തോരനും വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയും വെണ്ടയ്ക്ക സാമ്പാറിൽ കിടക്കുന്നതൊക്കെ പറക്കി തിന്നും. കാരണം ബുദ്ധിക്ക് വികാസം ഉണ്ടാവണ്ടേ, വികസനം വേണ്ടേ, ബുദ്ധി വേണ്ടേ ഈ ഭൂമിയിൽ ജീവിക്കാൻ. അങ്ങനെ വെണ്ടയ്ക്ക എന്നുള്ള ചിന്തയിലൂടെ എനിക്ക് ഒത്തിരി അഫർമേഷൻസ് ഗുണം ചെയ്തു. സത്യത്തിൽ ഈ വെണ്ടയ്ക്കയിൽ ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി അല്ലെങ്കിൽ ആൻറ്റി ഓക്സിഡേഷൻ എന്നുള്ള പ്രോപ്പർട്ടി ഉണ്ട്. കാരണം ഇതിനൊരു ന്യൂറോ പ്രൊട്ടക്റ്റീവ് ഇഫക്റ്റ് ഈ വെണ്ടയ്ക്കയ്ക്ക് ഉണ്ട് എന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്, മനസ്സിലായി. കാരണം വെണ്ടയ്ക്കയിൽ ഫ്ലേവനോയിഡ്സ് ഉണ്ടല്ലോ ധാരാളം. അപ്പോൾ ഫ്ലേവനോയിഡ്സിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മിലുണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസ്. എന്താണ് ഈ ഫ്രീ റാഡിക്കൽസ്? അതായത് നമ്മുടെ ഈ ഒരു കോശം അല്ലെങ്കിൽ ഒരു ആറ്റം അല്ലെങ്കിൽ ഒരു തന്മാത്ര, ഒരു മോളിക്യൂളിൽ അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ്. അപ്പോൾ ഇത് നമ്മുടെ സെൽസിനെ ഡാമേജ് ചെയ്യും. അപ്പോൾ ഇതാണ് ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്നത്. ഫ്രീ റാഡിക്കൽ വളരെ ദോഷം ചെയ്യുന്നതാണ്, നമ്മുടെ സെൽസിനെ ഡാമേജ് ചെയ്യും. അപ്പോൾ എന്തുകൊണ്ടും വെണ്ടയ്ക്കയിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വെണ്ടയ്ക്ക എനിക്ക് ബുദ്ധിക്ക് വികാസം ഉണ്ടാകുന്നുള്ള ചിന്ത ആ അഫർമേഷനായിട്ട് ഗുണം ചെയ്തു. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടത്തിവിടുന്ന ചിന്ത ആണ് പ്രധാനം. ഏതായാലും എക്കാലവും നമ്മുടെ ആ ബ്രാഹ്മിൻ എൻ്റെ സുഹൃത്ത് തന്നെയായിരുന്നു ക്ലാസ്സിൽ ഒന്നാമൻ, ക്ലാസ് ലീഡർ. എക്കാലവും ഞാൻ മാത്സിന് തോൽവി ആയിരുന്നു. എന്തായാലും വെണ്ടയ്ക്കയ്ക്ക് നന്ദി. വെണ്ടയ്ക്ക എല്ലാവരും കഴിക്കട്ടെ, എല്ലാ കുട്ടികൾക്കും നല്ലതായി ഭവിക്കട്ടെ. വെണ്ടയ്ക്കയിലെ ഫ്ലേവനോയിഡ്സ് ഗുണം ചെയ്യുന്നുണ്ട്.